ശബരിമല കൊള്ളയിലെ അവസാന പ്രതിയും ഇന്നലെ പുറത്തിറങ്ങിയതോടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ശബരിമല അയ്യൻ ജയിപ്പിക്കുമെന്ന് കടകംപള്ളിയുടെ വിശ്വസ്തർ തന്നെ പറയുന്നു. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആദ്യം തന്നെ തോൽക്കുമെന്ന് തീരുമാനിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം. നേമത്ത് ജയിച്ചില്ലെങ്കിലും കഴക്കൂട്ടത്ത് BJP ജയിക്കുമെന്ന് BJP നേതൃത്വവും പ്രതീക്ഷിക്കുന്നുണ്ട്. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ശബരിമല കൊള്ളയിലെ എല്ലാ പ്രതികളെയും സർക്കാർ രക്ഷിച്ചത് കടകംപള്ളി സുരേന്ദ്രന് വേണ്ടിയാണെന്നാണ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനാണ് ഒടുവിൽ ജാമ്യം ലഭിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും ശങ്കർദാസിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ വേണ്ടിയാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്ന് വ്യക്തം. ജനുവരി 14-നാണ് ശങ്കർദാസ് അറസ്റ്റിലായത്. നേരത്തെ ആരോഗ്യ കാരണങ്ങൾ കാട്ടി ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും അപേക്ഷ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുകളിൽ അറസ്റ്റിലായ 12 പേരിൽ ശങ്കർദാസ് ഒഴികെയുള്ളവർ വ്യത്യസ്ത സമയങ്ങളിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. ശങ്കർദാസിന് കൂടി ജാമ്യം ലഭിച്ചതോടെ സ്വർണ്ണക്കൊള്ളയിലെ എല്ലാവരും ജയിലിന് പുറത്തിറങ്ങിയെന്ന് വ്യക്തം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗ്രാൻഡ് ഡിസൈനിന്റെ ഫലശ്രുതിയാണ് ഇന്നലെ ഉണ്ടായത്. എല്ലാം ഒരാൾക്ക് വേണ്ടിയാണ് എന്ന വിവാദമുണ്ടായ കാലത്ത് തന്നെ ജനങ്ങൾ പറഞ്ഞിരുന്നു. കടകംപള്ളിയെ 2 കൈയും വിട്ട് പിന്തുണയ്ക്കാൻ പിണറായി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കടകംപള്ളി സുരേന്ദ്രൻ പിടിക്കപ്പെടാൻ സർക്കാർ പ്രതിസന്ധിയിലാകുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. കേസ് എങ്ങനെയെങ്കിലും എഴുതിത്തള്ളാനായിരുന്നു പിണറായിയുടെ പദ്ധതി. അതിനുള്ള മാർഗങ്ങളാണ് സർക്കാർ തുടക്കം മുതൽ മെനഞ്ഞത്. അന്വേഷണ സംഘത്തെ സർക്കാർ കൃത്യമായി സ്വാധീനിച്ച് എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ വന്നപ്പോൾ ചില കുൽസിത മാർഗങ്ങളിലൂടെ കടകംപള്ളിയെ ഒഴിവാക്കി. ദേവസ്വം മന്ത്രി അകത്തായാൽ സ്വർണ്ണക്കൊള്ള സർക്കാരിന്റെ തലയിലാകുമെന്ന് മുഖ്യമന്ത്രി മനസ്സിലായി. കടകംപള്ളിക്ക് കഴക്കൂട്ടത്ത് സീറ്റ് നൽകിയതുപോലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള അടവിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ശക്തനായ വി മുരളീധരനെ നിർത്തിയാണ് കടകംപള്ളിയെ BJP പിന്നെ നേരിട്ടത്. ഇത് കടകംപള്ളി പ്രതീക്ഷിച്ച അടവായിരുന്നില്ല. 1998-ലാണ് UB ഗ്രൂപ്പ് ശബരിമല സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞത്. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളിലും വാതിലിലും ഉൾപ്പെടെയായിരുന്നുവെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1998 രേഖകൾ പ്രകാരം ദ്വാരപാലക ശില്പങ്ങളിലും അതിന്റെ തെക്കുവടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിരുന്ന ചെമ്പു തകിടുകളിലുമായി ഏകദേശം 2064 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. ഇത് ഏകദേശം 1.5 കിലോയ്ക്ക് അടുത്ത് വരുമെന്ന് കണക്കുകൾ പറയുന്നു. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന 24 ക്യാരറ്റ് തങ്ക ബിസ്ക്കറ്റുകൾ ഉപയോഗിച്ചാണ് തൊഴിലാളികൾ സ്വർണം പണികൾ നടത്തിയത് എന്ന് 1998 മുതൽ 2000 വരെ ശബരിമലയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന B കേശവദാസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. തോലുകൊണ്ടുള്ള ബുക്കിന്റെ പേജിൽ വെച്ച് ദിവസങ്ങളോളം അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കിയാണ് സ്വർണം പൂശിയത്. ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവിലിന്റെ സോപാനം, കൈവരി, ഘനദ്വാരം എന്നിങ്ങനെയെല്ലാം സ്വർണം പൊതിഞ്ഞിരുന്നു. ഇതിനെല്ലാം മഹസർ തയ്യാറാക്കിയിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ കതകുകളിലും 15 മുതൽ 16 വരെ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിരുന്നു എന്ന് ജോലി ചെയ്ത തിരുപ്പതി സ്വദേശികളായ തൊഴിലാളികൾ മൊഴി നൽകി. മുൻഭാഗത്തിന് കൂടുതൽ ശോഭ നൽകുന്നതിനായി കൂടുതൽ സ്വർണം ഉപയോഗിച്ചിരുന്നു. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ 7 പാളികൾ ഉപയോഗിച്ചപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഇതിന്റെ ഇരട്ടിയിലധികം പാളികൾ ഉപയോഗിച്ചിരുന്നുവെന്നും മൊഴിയിൽ വ്യക്തമാണ്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ 1.5 കിലോയോളം ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ അളവ് 394.900 ഗ്രാം മാത്രമായി ചുരുങ്ങി. യഥാർത്ഥ തങ്കപാളി അല്ല 2019 സ്വർണം പൂശാൻ എത്തിച്ചത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. യഥാർത്ഥ തങ്കപ്പാളി എവിടെ പോയി, ആർക്ക് വിറ്റു, ആരാണ് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ അന്വേഷണമാണ് വഴിമുട്ടിയത്. ഇക്കാര്യം കടകംപള്ളി അറിയാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലവട്ടം പരസ്യമായി പറഞ്ഞത്. 2019 ദ്വാരപാലക ശില്പത്തിലെ തങ്കം പൊതിഞ്ഞ ചെമ്പ് തകിടുകൾ അശ്രദ്ധമായും നിരുത്തരവാദപരമായും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശാൻ കൊടുത്തുവിട്ട ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. മുരാരി ബാബു, സുധീഷ് കുമാർ, S ജയശങ്കർ, K സുനിൽകുമാർ, S ശ്രീകുമാർ, KS ബൈജു, RG രാധാകൃഷ്ണൻ തുടങ്ങി ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഇവരെല്ലാം ഒരു പൊടി മണ്ണ് പോലും വീഴാതെ പുറത്തിറങ്ങി.
മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് അറിയാമായിരുന്നിട്ടും 2019 വെറും ചെമ്പ് തകിടുകൾ എന്ന് എഴുതി വസ്തുതാവിരുദ്ധമായ ശുപാർശ ദേവസ്വം ബോർഡിലേക്ക് നൽകി. 2024 ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന വീണ്ടും നിയമവിരുദ്ധമായ ശുപാർശ നൽകി ബോർഡിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മഹസർ എഴുതിയ സമയം സ്ഥലത്ത് ഇല്ലായിരുന്നവരുടെ പേര് ഉൾപ്പെടുത്തി ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതായി ഡി സുരേഷ് കുമാറിനെതിരെ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ബോർഡ് മിനിറ്റ്സിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുതകിടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവ് നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയാണ്. സ്വർണം പൊതിഞ്ഞ തകിടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അറിയാമായിരുന്നിട്ടും വെറും ചെമ്പ് തകിടുകൾ എന്ന് എഴുതി തയ്യാറാക്കിയ മഹസറുകളിൽ സാക്ഷിയായി ഒപ്പിട്ട് തകിടുകൾ സ്പോൺസർക്ക് കൊടുത്തുവിടാൻ ഇടയാക്കിയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന കെ സുനിൽകുമാറിനെതിരെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2019 ലോഹപാളികൾ സ്പോൺസർക്ക് ഇളക്കി കൊടുക്കുന്ന സമയം സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കാതിരിക്കുകയും തിരുവാഭരണ കമ്മീഷണർ ഓഫീസ് സ്മിത്തിനെയോ മറ്റാരെയോ നിയോഗിക്കാതിരിക്കുകയും ചെയ്തത് ചുമതലയിൽ വീഴ്ച വരുത്തിയതിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെതിരെയും വിജിലൻസ് ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. 2019 ഓഗസ്റ്റ് 29 ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയ മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ അവിടെ കണ്ടത് ചെമ്പുപാളികൾ മാത്രമാണെന്നും തങ്കത്തിന്റെ അംശം കണ്ടില്ലെന്നും സംശയം പ്രകടിപ്പിച്ചെങ്കിലും ലോഹപാളികളുടെ തൂക്കമെടുക്കുന്ന സമയം മുൻ മഹസറുമായി ഒത്തുനോക്കിയില്ല എന്ന് വിജിലൻസ് കുറ്റപ്പെടുത്തി. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പപാളികൾ പുറത്തുകൊണ്ടുപോയെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ പുറത്തുവന്ന വിവാദം എത്തിയിരിക്കുന്നത് നടന്നത് വൻ കൊള്ളയെന്ന കണ്ടെത്തലിലാണ് വിവാദം തുടങ്ങി 34-ാം ദിവസം ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. സെപ്റ്റംബർ 7 രാത്രി ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലെയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഇളക്കിയെടുത്തതോടെയാണ് തട്ടിപ്പിന്റെ ചുരുള് അഴിയുന്നത്. പിറ്റേന്ന് ഇവ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെയാണ് കോടതി അനുമതി വാങ്ങാതെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതി റിപ്പോർട്ട് നൽകി. ശബരിമലയിലെ അറ്റകുറ്റപ്പണികൾക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശം ലംഘിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിൽ ഇടപെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തുടർ പരിശോധനകളിൽ ഇതേ ശില്പപാളികൾ 2019 സ്വർണം പൂശിയതിനു ശേഷം തിരികെ കൊണ്ടുവന്നപ്പോൾ 4.147 കിലോ കുറഞ്ഞതായി കണ്ടെത്തിയിരുന്നു. ഇതോടെ സമഗ്ര അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം കാണാതായെന്ന വാദവുമായി സെപ്റ്റംബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയത് വലിയ ചർച്ചയായി. സെപ്റ്റംബർ 28 പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. ഇതോടെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കായി. ഇതിന്റെ തുടർച്ചയായാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്നുവെന്ന കണ്ടെത്തൽ. 2019 സ്വർണം പൂശാൻ ചെമ്പുപാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നായിരുന്നു ദേവസ്വം രേഖകൾ. ലഭിച്ചത് ചെമ്പാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആവർത്തിച്ചു. എന്നാൽ 1999 വിജയ് മല്യ സ്വർണം പതിപ്പിച്ച പാളികളാണ് നൽകിയതെന്ന് ദേവസ്വം വിജിലൻസ് കോടതിക്ക് റിപ്പോർട്ട് നൽകി. പിന്നാലെ 1999 വിജയ് മല്യ സ്വർണം പതിപ്പിച്ച ശ്രീകോവിലിൽ കട്ട്ളകളും ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിയതായി വ്യക്തമായി. ഇതിനൊടുവിലാണ് തട്ടിപ്പ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണം കടത്താൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയ 2019 അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ മുരാരി ബാബുവിനെ ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാൾ ജയിലിലാണ് പിന്നീട് പുറത്തിറങ്ങി.